നമ്മളെയൊക്കെ ആരെങ്കിലും പന്നീന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഖിൻസീർ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ? അറബികളെ ഖിൻസീർ, കൽബ്, പട്ടി എന്നൊക്കെ വിളിക്കുന്ന രംഗം ആലോചിച്ച അറബികൾ. കൽബ്, ഹിമാർ എന്നൊക്കെ വിളിക്കാറില്ലേ? അതേപോലെ ഖിൻസീർ, പന്നി. പന്നിയുടെ കോലത്തിൽ എഴുന്നേറ്റ് ഒരു ഖബർ ചിന്തിക്കാൻ പോലും കഴിയില്ല. അള്ളാഹ് നിഷിദ്ധമാക്കിയ സാധനമാണ്. തിന്നാനോ തൊടാനോ അതിനെ കാണുമ്പോൾ തന്നെ ഈ ഉമ്മത്തിനൊരു നികൃഷ്ടതയാണ്. അതിനെ കാണുമ്പോൾ തന്നെ പന്നി. ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് പന്നിക്കുന്നിലാണ്. ആ സ്ഥലത്തിന്റെ പേര് പന്നിക്കുന്നാണ്. പന്നി അപ്പൊ പേര് തന്നെ. എന്നിട്ട് അവർ ആ പേര് മറ്റേ ജബലുൻ നൂർ എന്നാക്കി. മാഷാ അല്ലാഹ്, അപ്പൊ ജബലുൻ നൂർ എന്നാക്കി, നല്ല പേരാക്കി, നൂറ് കൊണ്ട്. കാരണം അവിടെ മൊത്തം ഉൽമത്തായിരുന്നു, ഇരുട്ടായിരുന്നു. അപ്പൊ അങ്ങനെ പന്നികളൊക്കെ കയറി ഇറങ്ങുന്ന ഒരു കുന്നായിരിക്കാം. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇപ്പൊ ജബലുൻ നൂറാക്കി. നൂറിന്റെ പർവ്വതം, നൂറിന്റെ പർവ്വതം, പ്രകാശത്തിന്റെ പർവ്വതം. അവിടെയൊക്കെ മസ്ജിദും മദ്രസകളും ഒക്കെ വന്നപ്പോ അവിടെ വലിയ പ്രകാശമായി. അപ്പൊ പന്നിയുടെ കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നബിതങ്ങളുടെ ഉമ്മത്തുകളെ അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജിബ്രീൽ പറഞ്ഞത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കരഞ്ഞുപോയത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മിഅ്റാജിന്റെ രാവിലെ കൊണ്ടുപോയപ്പോ ഒരു വിഭാഗം ആളുകളെ കാണിച്ചു കൊടുക്കുകയാണ്. നബിയേ, അവരിലേക്കൊന്ന് നോക്കണേ ഹബീബേ. ആരാണവർ? ഒരു വിഭാഗത്തിന്റെ അരികിലേക്ക് ഹബീബായ തങ്ങളെ കൊണ്ടുപോവുകയാണ്. അവരുടെ തല വലിയ പാറക്കല്ല് കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. അങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. വീണ്ടും അതേപോലെ വീണ്ടും അതേപോലെ പഴയതുപോലെ രൂപപ്പെടുത്തുകയാണ്. പിന്നെയും എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണിച്ചു കൊടുത്തപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലായി യാ ജിബ്രീൽ? ആരാണ് ജിബ്രീൽ ഈ കൂട്ടർ? ആരാണ് ജിബ്രീൽ ഈ കൂട്ടർ? ഹൗലായി മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്. നബിയേ, ഇതവിടുത്തെ ഉമ്മത്തികളാണ് നബിയേ. ഹൗലായി الذين تتثاقلت رؤوسهم عن الصلاة. നമസ്കാരത്തിന് വേണ്ടി തലകുനിക്കാത്തവരാണ്. നമസ്കരിക്കാൻ വേണ്ടി തലകുനിക്കാത്തവരാണ്. തലകുനിക്കുമ്പോൾ അവരുടെ തലയിൽ ഒരു ഭാരക്കല്ല് പോലെ, ഒരു ഭാരം ഏറ്റിവെച്ചതുപോലെ വലിയ ഒരു ഭാരം അനുഭവപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ തലയാണ് അടിച്ചു പൊട്ടിക്കുന്നത്. വീണ്ടും അത് രൂപപ്പെടുത്തുകയാണ്. വീണ്ടും അടിച്ചു പൊട്ടിക്കുകയാണ്. എത്ര വർഷം അവൻ നമസ്കരിക്കാതിരുന്നിട്ടുണ്ടോ, എത്ര വഖ്ത് നമസ്കാരം അവൻ പാഴാക്കിയിട്ടുണ്ടോ, അതിന്റെ മുഴുവൻ ശിക്ഷകൾ തീരുന്നത് വരെ ഈ മനുഷ്യനെ നാളെ നരകത്തിലിട്ട് എറിഞ്ഞു പൊട്ടിക്കുന്ന രൂപമാണ് മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ എന്ന മാലാഖ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയത്. നമസ്കാരമില്ലാത്ത എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്നത് പന്നികളുടെ കോലത്തിലാണ്, പന്നികളുടെ രൂപത്തിലാണ്. നഊദു ബില്ലാഹ്. ഇനിയെങ്കിലും നിസ്കാരം നിലനിർത്തണം. ഇത്ര നാള് നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ പോയി പൊരുത്തം ചോദിക്കണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മളത് ഖളാ വീട്ടണം, തൗബ ചെയ്ത് ഖളാ വീട്ടണം. ഇനി ഇല്ല പടച്ചവനെ, ഈ മുസ്ലിമായി എന്നെ നീ ജീവിപ്പിച്ചു, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. മരണപ്പെട്ടതിന് ശേഷം മുസ്ലിമായി തന്നെ ഈമാനോടുകൂടി നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണേ അല്ലാഹ് എന്ന നല്ല നിയ്യത്തോടുകൂടി ഈ റജബിന്റെ മാസം മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നമസ്കാരം നിലനിർത്താൻ ആരംഭിക്കണം, തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരം നിലനിർത്താതെ കണ്ട് നമ്മൾ എത്ര നമുക്ക് വേണ്ടി ആരും മയ്യത്ത് നിസ്കരിച്ചാലും ഒരു രക്ഷയില്ല ഹബീബേ. ഖബറിനകത്തടങ്ങ് അടിയൊന്നും ആരും അറിയുന്നില്ല. സംഭവം എല്ലാണ്ണവും കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചിരിച്ചിരിക്കും. നിസ്കാരം ഇല്ലാത്ത ഓൻ ചിരിച്ചു കിടക്കുന്ന കണ്ടോ? ഓന് നിസ്കാരം ഇല്ലെങ്കിലും ഓൻ ചിരിച്ച് മരിച്ചത്. മലക്കട കൊത്തുകൊണ്ട് കരഞ്ഞപ്പോ ഞാൻ ചിരിച്ചതുപോലെ ആയതാ, അല്ലാതെ ചിരിച്ചൊന്നും അല്ല. മലക്കള് കൊളുത്തിട്ട് വലിച്ച സമയത്തെ ഇങ്ങനെ ആയിപ്പോയതാണ് സംഭവം, അല്ലാതെ ചിരിച്ചൊന്നുമല്ല. നിങ്ങൾ വിചാരിച്ചു ചിരിച്ചാണെന്ന്. അത് നിസ്കരിക്കാത്തവനെ ചിരിപ്പിച്ച് അള്ളാഹ് മരിപ്പിക്കുമോ? എന്താ ഈ പറയുന്ന പോലെ നിസ്കാരമില്ലാത്തവനെ കാവറാണെന്ന ഹദീസിനകത്തുള്ളത്. പിന്നെ ഇവൻ എങ്ങനെ മരണം? ഇവന്റെ മരണം എങ്ങനെ? അത്രയും കാലം ഇവൻ ഈ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമേ അള്ളാഹ് ഇവനെ സ്വർഗത്തിൽ കയറ്റും. ഇത്രയും കാലം അനുഭവിക്കണം. പോലീസിന്റെ ഒരു അടി കൊള്ളാൻ കെപ്പില്ലാത്ത നമുക്ക് മലക്കട അടി കൊള്ളാൻ വല്ല കഴിവുണ്ടോ ഹബീബേ? അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
നിയത്ത് ചെയ്ത് റജബ് മാസമായി പള്ളിയിൽ കയറിക്കും. സുബഹി മുതൽ ഇൻഷാ അല്ലാഹ് പള്ളിയുടെ സഫ് അധികരിപ്പിക്കണം. ഇല്ലെങ്കിൽ വാള് കൊണ്ടൊന്നും പുണ്യില്ല. ഒന്നായി സത്യം പുണ്യില്ല. എന്തിനീ വാള്? നിസ്കാരമില്ല, ഇബാദത്തില്ല, സംഘാടകർക്ക് നിസ്കാരമില്ല, ഒന്നുമില്ല. വാള് കഴിഞ്ഞിട്ട് അവർ പോയി കിടന്നുറങ്ങും. വാള് പറയുന്ന മൊയ്ലിയാര് അതിനേക്കാളും ഉറക്കം. സുബഹി നിസ്കാരമില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനീ വാള്? വാളെന്തിനു സംഭവിച്ചത്? വാളിന്റെ സംഭവമാണ് ആയി കണ്ടത്. ഇല്ലേ? അത് മാത്രമല്ല, സ്കരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നാളെ മഹ്ശറിലേക്ക് പോകാൻ കഴിയില്ല. മഹ്ശറിലേക്ക് ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, എങ്ങനെയാണ് നിങ്ങളെ തിരിച്ചറിയുക? കോടാനുകോടി ജനങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ അനസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ സെർവന്റ് ആയിരുന്നു, ഖാദിമ, ജോലിക്കാരൻ. അനസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി ചോദിച്ചു, നബിയേ, എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണേ നബിയേ, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ നബിയേ, ശഫാഅത്ത് ചെയ്യണേ നബിയേ. കുറെ നാള് ഖിദ്മത്ത്. കാരണം നമ്മളിപ്പോ ആരെങ്കിലുമൊക്കെ വലിയ സമ്പന്നന്മാർക്ക്, പൈസക്കാർക്ക്, മന്ത്രിക്ക്, MLA ക്കൊക്കെ നമ്മ ഖിദ്മത്ത് ചെയ്താണ്. ആ ഹാദിമിന്റെ പേരാണ് PA, പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അവന്റെ PA ആണെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് എവിടെയും കയറിപ്പോ ഈ മന്ത്രി ഇരിക്കുന്ന മുറിയിൽ, രാജാവ് ഇരിക്കുന്ന മുറിയിൽ, പ്രധാനമന്ത്രിയുടെ മുറിയിൽ, മുഖ്യമന്ത്രിയുടെ മുറിയിൽ അദ്ദേഹത്തിന്റെ PAക്ക് അദ്ദേഹത്തിന് കയറിപ്പോകാം. പിന്നെ അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ കേൾക്കുകയും ചെയ്യും. ചിലപ്പോ ഒഴിവ് കിട്ടുന്ന സമയത്ത്, സാറേ, എന്റെ ഒരു പെങ്ങളുടെ കുട്ടിക്ക് ഒരു ജോലി ശരിയാക്കി തരണേ സാറേ, അവളുടെ അഡ്രസ്സും എല്ലാം കൊണ്ടുവരാം, ശരിയാക്കി തരാം. PA പറഞ്ഞപ്പോ ക്ലിയർ ആയില്ലേ സംഭവം? അതേപോലെ നബിതങ്ങൾക്ക് 10-11 വർഷക്കാലം ഖിദ്മത്ത് ചെയ്ത ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, മഹ്ശറ വൻസഭയിലേക്ക് ജനങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, എന്നെ മറന്നു പോകുവോ നബിയേ? എനിക്ക് വേണ്ടി ഒരു ശഫാഅത്ത് ചെയ്യുമോ? നീ ഇപ്പൊ എത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ശഫാഅത്ത് ചെയ്യൂലേ. പിന്നെന്താ? അനസേ, ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് കിട്ടിയിരുന്നെങ്കിലേ, ഇങ്ങനെങ്ങാണ് ഒരു വാക്ക് നിബിധങ്ങൾ നമുക്ക് തന്നാൽ നമ്മളെ നാളെ മുതൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി നിസ്കരിക്കൂല. കാരണം എന്താ? നമുക്ക് അല്ലാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യാമെന്ന് നിയത്ത് ചെയ്തിരിക്കാണ്. ഇനി അതുകൊണ്ട് നമുക്ക് ഇനി നിസ്കാരമൊന്നും വേണ്ട, ഇനി ക്രിക്കറ്റ് കളി. ഹോളി പോലെ ഉള്ള കളറും വാരിയിട്ട് ഉള്ള ആക്കണ്ടവും ചാലക്കണ്ടവും കോമൂത്രവും വാരി ഒഴിച്ച് സ്കൂളിലൊക്കെ എന്തൊക്കെ ഈ തമ്മാടിത്തരം കാണിക്കുന്ന കുട്ടികൾ, എന്നിട്ട് അടി ഇടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ. പാപ്പായി മക്കൾ എന്താ തെമ്മാടിത്തരങ്ങളാ! എന്റെ പൊന്നു സഹോദര, നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാരെ അടിക്കാൻ പോകുന്ന മക്കൾ, തലതിരിഞ്ഞ സാധനം, വിസ്മയമില്ലാത്ത സൈസുകൾ. ഇതിനെയൊന്നും വിസ്മയമില്ലാതെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ കോലങ്ങളായി പോയത്. അധ്യാപകന്മാരെ, ഹരീശ്രീ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ, നിനക്ക് എന്ന അക്ഷരം പഠിപ്പിച്ചിരുന്ന അധ്യാപകന്മാരെ അടിക്കാൻ പോവാണ് ഇന്നത്തെയൊക്കെ ദിവസത്തിൽ നമ്മുടെ ഈ നാട്ടിൽ നടന്ന സംഭവങ്ങൾ. എന്തപ്പ ഇത്? എവിടെ ഇവ നന്നാവുന്ന ഈ പറഞ്ഞത്? എന്ത് ഗുരുത്വം വിറ്റ് അപ്പം നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കാണ്. ശിഷ്യം പോയിട്ട് ടീച്ചറെ പ്രേമിക്കുന്നത്. എന്ത് കാലൊക്കെ പടച്ചവരെ, ഇത് എന്ത് കാലപ്പ അബീവേ. ഒരു ചങ്ങാതി എടുത്ത് ചോദിച്ചും പറയണ കണക്കെന്താ? കണക്ക് സാർ, എന്റെ കണക്ക് സാറ് ഗർഭിണിയായിരുന്നു. ഞങ്ങള് കണക്ക് പഠിക്കുമ്പോ വയറിലോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്, ബോഡി നോക്കാറില്ല. ഒരു ചങ്ങാതി പറയാ, ഒരു സർവ്വസാധാരണമായിട്ട് പറയാ. ടീച്ചർമാരെ എങ്ങനെയാ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവനെങ്ങനെ ഗുരുത്വം കിട്ടും? എങ്ങനെയാ ഗുരുത്വം കിട്ടുക? ഇവരെ കൊണ്ടുപോയി നമ്മുടെ അധ്യാപകന്മാരെ അറസ്റ്റ് ചെയ്ത് വെക്കുക, റൂമിൽ പൂട്ടിയിടുക. അധ്യാപകന്മാരിരിക്കുന്ന കസേരയില് കോമ്പസ് കൊണ്ട് കുത്തി വെക്കുക. കോമ്പസ് അടിയിലോട്ട് ഇരിക്കും. പെട്ടെന്ന് സാറ് കണക്ക് പഠിപ്പിച്ച് ചാന്ദ്രയനിലേക്ക് സാർ എത്തി. അവിടെ ബബിൾക്കം തന്നിട്ട് കൊണ്ടുപോയി ഒട്ടിച്ചിരിക്കുക. ബബിൾക്കം മുണ്ടെടുത്തിട്ട് വരുമ്പോ ഒരു മുണ്ട് അതിലായി, ഒരു പീസ് അതിൽ, ഒരു പീസ് കൂട്ടത്തില്. എത്ര തെറിച്ച പിള്ളേര്, അതബില്ലാത്ത പിള്ളേര്. മദ്രസയിലൊന്നും അതില്ലാത്തത് ഹൈറായി. അതാണ് ആ മദ്രസയിൽ അദബ് പഠിപ്പിക്കുന്നത്. ഉസ്താദന്മാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ഇതുവരെ ഇല്ല. ഇനി അള്ളാഹു അലം, ഇനി വിസ്മയമില്ലാത്ത കൗമുകളെങ്ങാനും മദ്രസയിൽ വരാൻ തുടങ്ങിയാൽ അവനും ഇതേപോലെയൊക്കെ ചെയ്യും. ഇങ്ക് മഷി കൊടയും, ഇങ്ക് കൊടയും, മഷിപ്പേന. സാറന്മാര് ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ പുറകിലെ കൊടയും. വീട്ടിൽ പുറയിൽ പോകുമ്പോ ഭാര്യ നോക്കുക, അതെന്താ പെങ്ങളുടെ ഉടുപ്പിന്റെ പിന്നാലെ മൊത്തം മഷി. ആ തെറിച്ച പിള്ളേര് ചിലപ്പോൾ ഒഴിച്ചതായിരിക്കും. അങ്ങനെയൊക്കെ സാറന്മാരെ വേദനിപ്പിക്കുന്ന വിദ്യാർത്ഥികള് അതബില്ല, അവർ രക്ഷപ്പെടുകയില്ല. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ മക്കളൊന്നും ചിന്തിക്കാത്തത് ഇതൊക്കെ. എന്തിനാണ് ഈ സ്കൂളിൽ വിടുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി സാറേ പൊരുത്തം വാങ്ങിപ്പോകണം? നമ്മളൊക്കെ ദർസി പഠിക്കുമ്പോ
നമ്മളൊക്കെ മുത്തഅല്ലിമായിട്ട് മദ്രസയിൽ നിന്ന് സനദ് വാങ്ങുന്ന സമയം 8 വർഷം പഠിച്ചു, 10 വർഷം പഠിച്ചു. ഇന്ന് സനദ് വാങ്ങുവാൻ വിഷമാണ്, പ്രയാസമാണ്. ക്ലാസ് ദർസ് പഠിക്കുന്ന സമയത്ത് ഓരോ തൂണിലും ചാരിയിരുന്ന് പഠിച്ച ഓരോ തൂണിന്റെ അരികിൽ പോയി നിന്ന് കരയും. പടച്ചവനെ, ഞാൻ മീസാൻ ഓതിയ സമയത്ത് ഈ തൂണിൽ ചാരിയിരുന്നിട്ടാണ്, ഞാൻ ബുഖാരി ഓതിയ സമയത്ത്, ഞാൻ ജലാലൈനി ഓതിയ സമയത്ത് ഈ ഭിത്തിയിൽ ചാരിയിരുന്നിട്ടാണ് ഞാൻ വിട പറയുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ ഇനി എങ്ങോട്ടാണ്? എന്റെ 7 വർഷം 8 വർഷം കാലയളവിൽ എന്റെ ഇവിടുത്തെ പഠനം എത്ര റാഹത്തായിരുന്നു. എന്റെ ജീവിതം ഒരു മുത്തഅല്ലിമായി, ഒരു സ്റ്റുഡന്റായി, ഒരു വിദ്യാർത്ഥിയായി ഞാൻ ഇവിടെ നടന്നത് എന്ത് സന്തോഷമായിരുന്നു. ഇന്ന് ഞാൻ സനദ് വാങ്ങുകയാണ്. ആ സനദ് വാങ്ങുന്നതിന്റെ തലേ ദിവസം ഉസ്താദുമാരെ പോയി റൂമിൽ പ്രത്യേകമായി കാണും. അസ്സലാമു അലൈക്കും ഉസ്താദ്, പൊരുത്തം തരണം. 8 വർഷം പഠിപ്പിച്ച ഉസ്താദ് ഒരുപാട് അടിച്ചു കാണും, ഒരുപാട് പട്ടിണി കിട്ടു കാണും, ഒരുപാട് പീഡിപ്പിച്ച് കാണും, വെളിയിൽ ഇറക്കി നിർത്തി കാണും, വെയിൽ കൊള്ളിപ്പിച്ച് കാണും. ഒക്കെ സംഭവിച്ചത് തന്നെ. പക്ഷേ ആ 7ാമത്തെ വർഷം നാളെ സനദ് വാങ്ങുമ്പോൾ ഉസ്താദെ മാപ്പ് ചെയ്യണം, ഉസ്താദെ മാപ്പ് ചെയ്യണം. എത്ര ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉസ്താദുമാരോട് പോയി മാപ്പ് ചോദിച്ചിട്ടാണ് പിറ്റേ ദിവസം ആ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് സനദ് വാങ്ങുന്നത്. നീ പോയി ദഅവത്ത് ചെയ്തോ, നീ പോയി ഇമാമത്ത് നിന്നോ, നീ പോയി മുദർരിസായിക്കോ, നീ പോയി മുഅല്ലിമായിക്കോ എന്ന് അവരുടെ മനസ്സുകൊണ്ട് സന്തോഷത്തോടുകൂടി തന്നുവിടുന്ന ആ ഒരു ഷഹാദ, ആ ഒരു സമ്മതപത്രം, ആ ഒരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതല്ലാതെ നിന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച സാറന്മാരുടെ മേൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കളറും കോരി ഒഴിച്ച് അവരെ ചെരുപ്പൂരി അടിച്ചിട്ട് ആക്ഷേപിച്ചിട്ട് ആ സാറിന്റെ മനസ്സ് നൊന്താണ് ഈ വിദ്യാർത്ഥി മിത്രങ്ങളെ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ